എത്ര കൊടുക്കാൻ പറഞ്ഞു? ഇതൊക്കെ ഈ പറഞ്ഞ 200 റുപ്യന്റെ ആ റേഞ്ച് ഉണ്ടാവും. 120 റുപ്യ കൊടുക്കും. 120 ഇത് കൊടുക്കാൻ പറ്റും. വളരെ ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. ചീപ്പ് പറഞ്ഞാല് നമുക്കൊരു നാട്ടിൽ ഒരു 125 വണ്ടോ. ഇറ്റാലിയൻ ടച്ച് വിടുന്നില്ലേ? അടിപൊളിയായിട്ടാണ്. സോൾഡ് സാധനമാണ്. സ്റ്റിക്കർ ഒട്ടിച്ചേക്കോ? എന്ത് വിലക്ക കൊടുത്ത്? ഇത് നമ്മുടെ നാട്ടിൽ കൊടുത്തേക്കുന്ന വില 145 കൊടുത്താണ് സാധനം. 145 പക്ക കിട്ടില്ല ഡിസൈന്. അടിപൊളി ഡിസൈൻ. നമുക്ക് എത്ര കൊടുക്കാം? ഇതൊക്കെ പറയുമ്പോ ഒരു 150 160 140 നാട്ടിൽ കൊടുക്കാം. 140. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ കിഷൻഘട്ടിലാണ്. നമ്മുടെ ഉബൈദിന്റെ കൂടാണ് വന്നിരിക്കുന്നത്. കുറച്ച് വണ്ടർ വൈറ്റ് കാണിച്ചു തരാം. വണ്ടർ വൈറ്റ് പറഞ്ഞാൽ മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞായിട്ട് കാണാനാണ്. അടിപൊളി ഐറ്റംസ് ഉണ്ട്. ഉബൈദ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുകൊണ്ട് പറഞ്ഞുണ്ടോ. ഇതൊക്കെ ഇന്ത്യന്റെ പ്രീമിയം ആയിട്ടാണ്. ഓക്കെ, നമ്മളെ ഇറ്റാലിയൻ മാർബിൾ വാങ്ങുന്ന പൈസന്റെ പകുതി പൈസ കൊടുത്താൽ കിട്ടും. ഇതൊക്കെ ഇന്ത്യൻ ആണെന്നുള്ള കേട്ടോ. ഇതൊക്കെ ഇന്ത്യൻ മാർബിൾ തന്നെയാണ്. ഇറ്റാലിയന്റെ പകുതി വിലക്ക് കിട്ടുകയും നല്ല ഫിനിഷിംഗ് ആണ്. ഈ സാധനമൊക്കെ നമുക്ക് എത്ര മുതലാക്കും? ഇതൊക്കെ നമുക്ക് ഒരു 100 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ ഒരു 200 താഴെയായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഐറ്റം. ഇതും വണ്ടറിൽ തന്നെയാണ്. അതെ, വണ്ടർ വൈറ്റുള്ള ഐറ്റം. ഇതൊക്കെ ഇന്ത്യൻ പ്രീമിയത്തിൽ പെട്ട ഐറ്റാണ്. നല്ല തിക്നെസ് ഉണ്ടാവും, നല്ല വൈറ്റ്നസ് ഉണ്ടാവും. 18 mm തിക്നെസ് ആണ്. പിന്നെ ഒരു പ്രത്യേകത കൈ വെച്ചാൽ അറിയാം, തണുപ്പുണ്ടാവും എപ്പോഴും. ഈ കല്ലിന് ഒരു പ്രത്യേകതയാണ്. ആണോ? എപ്പോഴും തണുപ്പുണ്ട്, ചൂട് പിടിക്കില്ല പെട്ടെന്നൊന്നും. അങ്ങനെ സംഭവം തണുപ്പുണ്ട്. ഞാൻ മറ്റേ കൂടെ നോക്കി. അടിപൊളി സാധനമാണ്. ഇതൊക്കെ പറഞ്ഞ കാറ്റഗറി അതല്ല, ഈ പറഞ്ഞ കാറ്റഗറി. ഇതിന്റെ സൈസിനും നമ്മളെ ഇതിൽ കാണുന്ന വൈറ്റ്നസിനനുസരിച്ചിലേക്ക് റേറ്റുകൾ മാറ്റം വരിക. മാക്സിമം 200, അതിൽ താഴത്തായിട്ടേ വരുള്ളൂ. നമ്മളെ 100 മുതൽ ഇറ്റാലിയൻ മാർബിൾ എത്ര റേറ്റ് കൊടുക്കണം? ഈ ടൈപ്പിലൊക്കെയാണ് ഇറ്റാലിയൻ സൈസ് നോക്കാം. സൈസ് നോക്കാം. ഒരു 6-7 6-8 അടുത്തൊക്കെ സൈസുള്ള സാധനം. ഇത് കണ്ടോ, അടിപൊളിയായിട്ടാണല്ലോ. ഒക്കെ ഭയങ്കര രസമുള്ള. കാരണം വെച്ചാൽ നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഐറ്റം ഇല്ല. വരുന്നില്ല. ഓക്കെ, എന്റെ നാട്ടിൽ വരുന്നുണ്ട്. അവിടെ അത്യാവശ്യം നല്ല റേറ്റിൽ കൊടുക്കുന്ന ഐറ്റാണിത്. ആണോ? പ്രീമിയം ഷോപ്പുകളിൽ മാത്രം കൊടുക്കണതാണ്. സാധാരണ മാർബിളിന്റെ ഷോപ്പ് സാധാരണ ഷോപ്പുകാർ ചെയ്യില്ല. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അടിപൊളി ഐറ്റാണ്. ഇനി ഇത് ഒന്നത് അടുത്തവർ. ഇതിനൊക്കെ ആ റേറ്റ് തന്നെയാണ് വരുന്നത്. അത് തന്നെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 150 160 അതെ, അത് ഏകദേശം 130 140 റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഐറ്റാണ്. അടിപൊളി കാണുന്ന വൈറ്റ് മൊത്തം അതായത് കണ്ട, ഇത് നമുക്ക് ഡയമണ്ട് ഷേപ്പ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഐറ്റാണ്. തിക്നെസ് എത്ര തിക്നെസ് ഉണ്ട്? 18 mm തിക്നെസ്. 18 mm തിക്നെസ് വരുന്നതാണ്. അതെ. ഓക്കെ, ഇനി ഇതാ വേറൊന്ന്. ഇതിന്റെ റേറ്റ് എങ്ങനെ മാറ്റം വരുന്ന വെച്ചാൽ വൈറ്റ്നസ് കൂടുന്നതിന് റേറ്റ് കൂടും, വൈറ്റ്നസ് കുറയുന്നതിന് റേറ്റ് കുറഞ്ഞു വരും. ചെറിയ സ്ലാബ് ആണെങ്കിലും റേറ്റ് കുറയും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെറിയ ഡിസൈൻ ഒക്കെ നല്ല അടിപൊളി സാധനമാണ്. ഇതൊക്കെ നമ്മൾ ഡയമണ്ട് ഷേപ്പ് ഒക്കെ കൊടുത്താൽ വേറെ ലെവലിൽ കിടക്കുന്ന ഈ ഒരു ക്രോസ് ഉണ്ടോ, അതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതാ വൈറ്റ്നസ് കൂടുതലുള്ള കല്ല്. ഓക്കെ, ഇതൊക്കെ പക്ക വൈറ്റ് തന്നെ അല്ലേ? നല്ല വൈറ്റ് ആണല്ലേ വരുന്നത്? ഇതൊക്കെ ആ പറഞ്ഞ മാതിരി തന്നെ ആയിരിക്കില്ലേ? പറഞ്ഞ പോലെ തന്നെ. ഈ ഒരു കല്ലുണ്ടോ, ഇത് എത്ര കൊടുക്കാൻ പറഞ്ഞു? ഇതൊക്കെ ഈ പറഞ്ഞ 200 റുപ്യന്റെ ആ റേഞ്ച് ഉണ്ടാവും. 120 റുപ്യ കൊടുക്കും. 120 ഇത് കൊടുക്കാൻ പറ്റും. ഈ സ്ലാബ് കൊടുക്കാം. ഇത് വണ്ടറിൽ വേട്ടാ? വണ്ടറോ. ഇറ്റാലിയൻ ടച്ച് വിടുന്നില്ലേ? അടിപൊളിയായിട്ടാണ്. ഇറ്റാലിയൻ പുറകിൽ പോവും. സൂപ്പർ സാധനം. ഇതും ആ റേറ്റ് തന്നെ? അതേ റേറ്റ് ആണ്. ഇതേപോലത്തെ ഒരു ഇറ്റാലിയൻ ഈ സൈസ് മേടിക്കണമെങ്കിൽ ചുരുങ്ങിയ ഒരു 400+ വരും. 400+ കിട്ടൂല. അതിലും ടോപ്പിൽ വരും. ഏറ്റവും കുറഞ്ഞത് പറയാം. ഇതാണ് വണ്ടർ വൈറ്റിൽ വരുന്ന ബേജ്. ചില ആൾക്കാർ ഗോൾഡൻ ടച്ച് പറയുന്നില്ലേ, അവർക്കുള്ള സാധനം. ഇതൊക്കെ എന്ത് വില കൊടുക്കാം? ഇതൊക്കെ നമുക്ക് നാട്ടിൽ 160 കൊടുക്കാം. എത്ര കൊടുക്കാൻ പറ്റും? 160 കൊടുക്കാൻ പറ്റും. ഈ ഐറ്റം കൊടുക്കാം. ഈ സൈസിൽ ഈ സൈസ് കൊടുക്കാം. ഇത് വേറൊരു റേറ്റ് ആണ്. ഒക്കെ വണ്ടർ തന്നെ. എല്ലാം വണ്ടർ തന്നെ. വണ്ടറിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് വണ്ടറിൽ കുറച്ച് എന്താ പറയാ ബ്ലൂ ഷെയ്ഡ് കൂടിയ സാധനമാണ്. ഇതൊക്കെ നമുക്ക് റേറ്റ് വളരെ ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. ചീപ്പ് പറഞ്ഞാല് നമുക്കൊരു നാട്ടിൽ ഒരു 125 കൊടുക്കാം. 125. ഇതാണ് ദുഗ്രി. അടിപൊളി ഐറ്റാണല്ലോ. ഡിസൈൻ നോക്കിക്കോ, പക്ക കിട്ടില്ല ഡിസൈന്. അടിപൊളി ഡിസൈൻ. നമുക്ക് എത്ര കൊടുക്കാം? ഇതൊക്കെ പറയുമ്പോ ഒരു 150 140 നാട്ടിൽ കൊടുക്കാം. 140 നാട്ടിൽ കൊടുക്കാം. സൈസ് നോക്കിക്കോ, വലിയ സൈസാണ്, ഹെവി സൈസാണ്. ആവശ്യമില്ലാതെ സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഇഷ്ടം പോലെ സാധനം. ഇതിപ്പോ ഈ കട്ട് ചെയ്ത് വെച്ച പീസുകൾ ഉണ്ടല്ലോ, ഈ വണ്ടർ വൈറ്റിന്റെ ചെറിയ സൈസ് അല്ലേ? ചെറിയ സൈസ്. ഓക്കെ, ഇതൊക്കെ എന്താ റേറ്റ് കൊടുക്കാൻ? ഇതൊക്കെ നമുക്കൊരു 60 50 55 60 റേഞ്ചിൽ കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ സത്യം പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൈസാണ്. അതെ, ഇവിടെ വലിയ സ്ലാബുകൾ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് വളരെ ചെറുതാണ്. ടൈൽസിന്റെ പൈസ വെച്ചിട്ട് കമ്പയർ ചെയ്തു. ഓക്കെ, എത്ര വരുന്ന അതിനൊക്കെ? ഞാൻ പറഞ്ഞ 55 60 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. 55 60 രൂപ കിട്ടും. നല്ല വണ്ടർ വൈറ്റ്
അപ്പോൾ വണ്ടർ വൈറ്റ് നല്ല ക്വാളിറ്റി വണ്ടർ വൈറ്റ് വാങ്ങാൻ നോക്കിട്ടോ, അടിപൊളി ഐറ്റംസ് ആണ്. അപ്പോൾ അത് സോൾഡൊക്കെ ചെയ്ത് വെച്ചിരിക്കണേ, നമ്മൾ ഇന്ന് രാവിലെ സോൾഡ് ചെയ്ത സാധനമാണ്. സ്റ്റിക്കർ ഒട്ടിച്ചേക്കോ? അപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചു. എന്ത് വിലക്ക കൊടുത്ത്? ഇത് നമ്മൾ നാട്ടിൽ കൊടുത്തേക്കുന്ന വില 145 കൊടുത്താണ് സാധനം. 145. ഈ വൈറ്റ് തന്നെ? ആ വൈറ്റ് ഈ സെയിം സാധനം തന്നെ കൊടുത്തല്ലേ? അതെ. അപ്പൊ ഇതൊക്കെ ഇനിയും കൊടുക്കാൻ പറ്റില്ല അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട് സാധനം. ഇവിടെ ഇപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് കണ്ടില്ല, എത്ര മാത്രം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വണ്ടർ വൈറ്റ് നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന വണ്ടർ വൈറ്റിന്റെ കുറച്ച് ഡിസൈൻസ് ആണ് കാണിച്ചത്. ഇതൊക്കെ 18 തിക്നസ് അല്ലേ വരുന്നത്? പക്ക 18 18 തിക്നസ് ആണ് വരുന്നത്. അപ്പൊ എന്തെങ്കിലും അതിനെപ്പറ്റി കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഉബൈദിന്റെ നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉബൈദിനെ വിളിച്ച് നോക്കുക, എന്നിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾക്ക് എയർപോർട്ടിൽ വന്നാലും ശരി, റെയിൽവേ സ്റ്റേഷനിൽ വന്നാലും ശരി, എവിടെ വന്നാലും ശരി, ഇവരെ കമ്പനി സർവീസ് ഉണ്ട്. അപ്പോൾ അവർ റൂമും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. വണ്ടർ വൈറ്റ് ആയാലും ശരി, ഇറ്റാലിയൻ മാർബിൾ ആയാലും ഇന്ത്യൻ മാർബിൾ ആയാലും ഗ്രാനൈറ്റ് ആയാലും ശരി, ഏത് നാച്ചുറൽ സ്റ്റോൺ ആണെങ്കിലും ഇതാ കണ്ടോ, അടിപൊളി ഐറ്റംസ്. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതെന്താണ്? ഡുഗ്രി സ്റ്റോൺ എന്നാണ് പറയുന്നത്. ഡുഗ്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തോന്നുന്നു വരുന്നത്. ഇതൊക്കെ ഇങ്ങനത്തെ അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് നല്ല മാർബിൾ വേണമെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നത്. ഓക്കെ, സെറ്റ്.